ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് സത്യത്തിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു. ഇല്ലേ, ഞാൻ കുക്കിംഗ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇടുന്നതായിരുന്നു. ഇന്ന് എനിക്ക് ഒന്നിനും ഒരു മൂടുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടു, ഷോർട്സ് വീഡിയോ 2-3 ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും കാര്യമായിട്ട് വ്യൂസ് കയറിയില്ല. അപ്പോൾ ഞാൻ സങ്കടം വന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതങ്ങനെ വെച്ചു. കാരണം എല്ലാ ദിവസവും വീഡിയോസ് ഇടണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യൂസും വാച്ച് ടൈമൊന്നും കാര്യമായിട്ടില്ലാത്തവനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. വാച്ച് ടൈമും വ്യൂസും ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറുക. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വീഡിയോസ് ഇടും, എന്നിട്ട് ഡിലീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ വ്യൂസ് ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ ഡിലീറ്റ് ചെയ്യും. കാരണം നമുക്ക് സ്വന്തമായിട്ട് നമ്മളെക്കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അയ്യോ, നമ്മുടെ ചാനൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ അത്രയ്ക്ക് നല്ലതായിരിക്കില്ല. അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ, നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ വീണ്ടും 2 വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ സങ്കടത്തിരിക്കുമായിരുന്നു. ഇന്ന് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല, ഇനി ഞാൻ പിന്നെ എപ്പോഴേലും ഇടാം. എന്തായാലും വാച്ച് ടൈമും വ്യൂസൊന്നും ഇല്ലല്ലോ. നമുക്ക് കുറച്ച് നല്ല എന്തെങ്കിലും കിട്ടുന്ന നല്ല വല്ല കണ്ടൻറ്റും കിട്ടുന്ന സമയത്തൊക്കെ വീഡിയോ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ 10-11 മണിയായപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു, അയ്യോ ഞാൻ ഇന്നും വീഡിയോസ് ഒന്നും ഇട്ടില്ലല്ലോ. അല്ല, ഞാൻ രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇന്നും വീഡിയോസൊക്കെ ഇടുന്നതാണ്. 10 മണി 11 മണിക്കുള്ളിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതാണ്. ഇന്ന് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നേ. അപ്പം പിന്നെ ഞാൻ കുറേ നേരം കഴിഞ്ഞ് ഇങ്ങനെ എന്തോ എന്തിനോ വേണ്ടി ഫോൺ എടുത്തായിരുന്നു. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ചായ വെച്ച് കൊടുക്കുമായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഒന്ന് എന്തോ വീഡിയോ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു യൂട്യൂബിനകത്ത്. എൻ്റെ വീഡിയോ അല്ല, ആരുടെയൊക്കെ വീഡിയോസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെറുതെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് മെസ്സേജ് വന്ന് കിടക്കുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മൈൻഡ് ചെയ്തില്ല. അതെന്തോ സാധാരണ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ വരാണ്ടല്ലോ, അതാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ മെസ്സേജ് ആയിരുന്നേ. കാരണം എനിക്ക് യൂട്യൂബിൻ്റെ അല്ല, മീൻസ് YT സ്റ്റുഡിയോൻ്റെ മെസ്സേജ് ആയിരുന്നു. അതിനകത്ത് ഞാനിങ്ങനെ എനിക്ക് യൂട്യൂബിൻ്റെ വ്യൂസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ഒരു YT സ്റ്റുഡിയോ പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിനകത്താണ് ഞാൻ എപ്പോഴും പോയി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും, എത്ര വാച്ച് ടൈം ആയി, എത്ര വ്യൂസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് നിന്നായിരുന്നു ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി എന്താണ് വന്നിരിക്കുന്നതെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് എനിക്ക് 1000 വാച്ച് ടൈം ആയിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാനാകെ ഹാപ്പി. കാരണം നമ്മളൊന്നും പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1000 വാച്ച് ടൈം ഒന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലാന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെ ഈ വാച്ച് ടൈം വന്നു എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ വീഡിയോസ് ഇടുന്നതിന് തന്നെ ആയിരിക്കും. ഞാൻ അതിന് മുന്നും കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 10-30 വീഡിയോസിൻ്റെ മുകളിൽ ഞാൻ പണ്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കണം എനിക്ക് 1000 വാച്ച് ടൈം ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരിക്കുന്നു. അയ്യോ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ യൂട്യൂബൊന്നും നമ്മളെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വല്ല ഷോർട്സ് വീഡിയോസും ഇടാൻ നോക്കണം. കാരണം വീഡിയോസൊന്നും ഇട്ടിട്ട് എന്തായാലും വലിയ മെച്ചമൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് YT സ്റ്റുഡിയോൻ്റെ ഒരു മെസ്സേജ് വന്നത്. അപ്പോൾ അതാണ് ഇപ്പം എൻ്റെ ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയുന്നത്. അതാണ് ഇന്നെൻ്റെ ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവന്നത്. ആ ഒരു ഒറ്റ മെസ്സേജ്. നമുക്ക് ചില മെസ്സേജൊക്കെ നമുക്ക് ഇത്രയും നമ്മളെ സന്തോഷിപ്പിക്കും എന്ന് പറയുന്ന കേട്ടില്ലേ, അതുപോലെ എനിക്ക് ആ ഒരു മെസ്സേജ് ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ മൂഡ് ഭയങ്കര ഇതായിരുന്നു. ഭയങ്കര ഒരു ടെൻഷനിലും എന്തൊക്കെയോ ആയിരുന്നു. ഞാൻ വീഡിയോസും ഇട്ടില്ല. ഇന്നലെ തൊട്ട് എനിക്ക് വീഡിയോസ് ഇടാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും പോയി. ഞാൻ അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വീഡിയോസിൽ ഒരു വാച്ച് ടൈമിൻ്റെ മെസ്സേജ് വന്നത്. നമുക്ക് ഇത്ര 1000 വാച്ച് ടൈം ആയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മളെ പോലുള്ളവർക്കൊന്നും, ഞാനാകെ YT സ്റ്റുഡിയോ നോക്കുന്ന സമയത്ത് എനിക്കെന്തോ 25 ഹവേഴ്സ് വാച്ച് ടൈം അങ്ങനെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഞാനാകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇനി 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ഒരു 50 ആവണേ. നമ്മൾ ഇതേപോലെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണ്ടേ, എത്ര ദിവസം നമ്മളിടും. എനിക്കറിയാം, ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാച്ച് ടൈം എന്നൊക്കെ പറയുന്നത് നമ്മൾ 40 ദിവസം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 സെക്കൻഡുള്ളിൽ തന്നെ വേണേൽ നമുക്ക് വാച്ച് ടൈം 4000 ഹവേഴ്സ് ആക്കി എടുക്കാനൊക്കെ പറ്റും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അതൊക്കെ സംഭവിക്കണ്ടേ, അതൊക്കെ എപ്പോൾ സംഭവിക്കുന്നൊന്നും അറിയില്ലല്ലോ. ഞാനിപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇനി കുറേ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സും ആവാണ്ടല്ലോ, 1000 സബ്സ്ക്രൈബേഴ്സും ആവണം. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോസിനും
സബ്സ്ക്രൈബേഴ്സ് എല്ലാ വീഡിയോസിൽ നിന്നും സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടുന്നില്ല. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും വാച്ച് ടൈം എങ്കിൽ വാച്ച് ടൈം, അപ്പോൾ അതെങ്കിലും കയറുന്നുണ്ട്. അതറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അറിയില്ല, നമ്മൾ ഇവിടുത്തെ ക്യാമ്പിനകത്ത് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് എത്ര നല്ല വീഡിയോസും നല്ല കണ്ടന്റും കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. കുക്കിംഗ് വീഡിയോ തന്നെ ആയിരിക്കും അധികവും. ഇല്ലേ വല്ല സ്പെഷ്യലായിട്ട് വല്ലതും നടക്കുവാണെങ്കിൽ വല്ലതും കാണിക്കാം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ വല്ല സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിരിക്കുന്ന വല്ല സ്ഥലമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണിക്കാമായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ പുറത്തു ഇറങ്ങില്ല. ഈ ക്യാമ്പിനകത്ത് നിന്ന് നമ്മൾ ഈ ക്യാമ്പിനകത്ത് തന്നെ അങ്ങനെ ഇരിക്കും. കാരണം ഒന്നാമത് തണുപ്പാണ്, പിന്നെ ചൂടാവുന്ന സമയത്ത് ഭയങ്കര ചൂടുമാണ്. നമുക്ക് എങ്ങനെയും പുറത്തിറങ്ങാനും തോന്നില്ല. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിലൂടെയൊക്കെ പോയി നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോസ് ഉണ്ടാക്കാമായിരുന്നു. ഇവിടെ ആകുമ്പോൾ നമ്മളൊരുമാതിരി ജയിലിൽ പെട്ടൊരവസ്ഥ. എന്താ ചെയ്യുക? അപ്പോൾ നോക്കാം, പുതിയ സ്ഥലങ്ങളിലൊക്കെ പോസ്റ്റിംഗ് പോകുമ്പോൾ നല്ല നല്ല വീഡിയോസും നല്ല നല്ല കണ്ടൻറ്റും കിട്ടുമായിരിക്കും. ഇവിടെയും കിട്ടുമായിരിക്കും നല്ല കണ്ടൻറ്റ്. നമ്മൾ പുറത്ത് പോവാതെയൊന്നും ഇരിക്കില്ല, എന്തായാലും പുറത്തൊക്കെ പോവും. അപ്പോൾ ഇനി നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് വരാൻ ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, നിങ്ങളോടാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം എനിക്ക് 1000 വാച്ച് ടൈമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെപ്പോലുള്ള ഒരാൾക്ക് 1000 വാച്ച് ടൈമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ താങ്ക് യു എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും വളരെ വളരെ നന്ദി. എനിക്ക് ഇത്രയും വാച്ച് ടൈമൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല എൻ്റെ ചാനലിൽ. അപ്പോൾ താങ്ക്സ് ഫോർ എവറിത്തിങ്. താങ്ക് യു.